ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് എന്താണെന്ന് ചോദിച്ചാൽ ബ്രെഡ് ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞു തരാനാണ് വന്നിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെയാണെന്ന്. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്, 4 കോഴിമുട്ടയും എടുത്തിട്ടുണ്ട്. അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാനുള്ളത് എടുക്കാം. ഒരു ബ്രെഡ് ഓംലെറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് 2 കോഴിമുട്ടയാണ്. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറുതായിട്ട് അരിഞ്ഞ ഒരു ചെറിയ സബോള. ഇനി അതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലൊരു ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളത്തിന് പകരം പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് കലക്കാം. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, നമുക്കിതിൽ ലേശം കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതിന് കറിവേപ്പില ഇല്ലെങ്കിൽ ലേശം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് ഇളക്കാം. നമുക്കിനി 2 ബ്രെഡിൽ ബട്ടർ തേച്ച് കൊടുക്കാം. ഒരെണ്ണത്തിലും കൂടി ഇതേപോലെ തേച്ചെടുക്കാം. അങ്ങനെ മുട്ട അടിച്ച് വെച്ച് ബ്രെഡിൽ ബട്ടറും പുരട്ടി വെച്ച് അത് രണ്ടും റെഡിയായി. ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെക്കുന്നത്. നമുക്കിനി ഇത് കത്തിക്കാം. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമുക്കിത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൽ ലേശം ബട്ടർ പുരട്ടി കൊടുക്കാം. ബട്ടർ തന്നെ പുരട്ടണമെന്നില്ല, നെയ്യ് പുരട്ടാം, ഓയിൽ പുരട്ടാം. നമുക്ക് ഈ മുട്ട ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ മുട്ട വേവുന്നതിൻ്റെ മുന്നേ ഈ ബ്രെഡ് ഇവിടെ വെച്ച് കൊടുക്കാം. രണ്ടും നമ്മുടെ ബ്രെഡ് വെക്കുമ്പോൾ ബട്ടർ തേച്ച ഭാഗം മേലെ വേണം വെക്കാൻ. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി പതുക്കെ ഇത് മറിച്ചിടാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബട്ടറുള്ള ഭാഗം നല്ല മൊരിഞ്ഞ് കിട്ടും. ചെറിയ തീയിൽ വെക്കുക. ഇത് നമുക്കൊന്ന് ഈ ബാക്കിയുള്ള മുട്ട നമുക്കൊന്ന് ഇതിലേക്ക് ഇങ്ങനെ മടക്കി വെക്കാം. ഈ സൈഡും അതേപോലെ നമുക്ക് മടക്കാം. ഇനി നമ്മൾ ബട്ടർ തേച്ച ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. അയ്യവ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ബട്ടർ തേച്ച ഭാഗമാണ്. നല്ലതായിട്ട് മൊരിഞ്ഞിട്ട് നമുക്കിനി എടുക്കാം. ഇത് പാത്രത്തിലേക്ക് വെക്കാം. ഇനി ഇതേപോലെ നമുക്ക് മറ്റൊന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മളെ 2 ബ്രെഡ് ഓംലെറ്റ് റെഡിയായി. നമ്മൾ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.